എൻ്റെ ലൈഫിൽ പല സിറ്റുവേഷൻസിലും ഞാൻ നോട്ടീസ് ചെയ്തൊരു സംഭവമാണ് ദ അഡ്വാൻറ്റേജ് ഓഫ് ബീയിങ് ഗുഡ് ലുക്കിംഗ്. എൻ്റെ ഓർമ്മയിലുള്ള ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത്, ഞാൻ LP സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ക്ലാസ്സിൽ ഒരു 2-3 അത്യാവശ്യം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള 2-3 ഗേൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികളെ ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ലേഡി ടീച്ചറാട്ടോ. എന്നും ഞങ്ങൾക്ക് എന്തെങ്കിലും വർക്കൊക്കെ തന്ന് മെയിൻ ടോപ്പിക്കുകളൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാണ് ഇവരെ ടേബിളിൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ചിട്ട് ഓലങ്ങനെ നടത്താനൊക്കെ പറഞ്ഞിരിക്കും. LP ക്ലാസ്സിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു, ഇതെന്തെങ്ങനെ വൈ ഞങ്ങൾക്കൊന്നും ഈ അഡ്വാൻറ്റേജ് കിട്ടുന്നില്ലല്ലോ എന്ന്. അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ലാസ്സിൽ ആരെങ്കിലും തരികട ഒപ്പിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഇവർ രക്ഷപ്പെടുന്നതാണ്. ആരും ഇവരെ സംശയിക്കൂല. എന്തുണ്ടെങ്കിലും ഇവർ നല്ല കുട്ടികൾ, നല്ല സ്മാർട്ട്, നല്ല ഇൻ്റലിജൻറ്റ്. ഓൾക്കൊരു റെസ്പോൺസിബിലിറ്റി, ഒരു ലയബിലിറ്റി, ഒരു തേങ്ങ മാങ്ങി ഓരോ തലയ്ക്ക് വരില്ല. എല്ലാവർക്കും ഓരോ ഭയങ്കര ഇഷ്ടം. അതേസമയം ഞങ്ങളുടെ ക്ലാസ്സിലൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു, ആരും പേര് ഞാൻ പറയണില്ല. ഓന് അങ്ങനെ അഗ്ലിയൊന്നുമല്ല, പക്ഷേ ഓന് അങ്ങനെ വലിയൊരു നീറ്റില്ല. അതായത് ആ ഒരു പ്രായമാണ്, ആരും അങ്ങനെ ലുക്കിനൊന്നും പ്രാധാന്യം കൊടുക്കില്ല, പ്രത്യേകിച്ച് നമ്മൾ ആൺകുട്ടികൾ. എന്ത് ചെയ്യുക, ഞങ്ങൾ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ഒരു സ്കൂളിലാണ്. അപ്പോൾ ഇൻസൈഡും കാര്യങ്ങളൊക്കെ വേണേനെ അവിടെ ടക്കിങ് ചെയ്താണ്ടൊക്കെ പോകണം. അപ്പോൾ അതൊന്നുമില്ല. അതേപോലെ ചെരുപ്പൊക്കെ ഇടുകയാണെങ്കിൽ മറ്റേ സ്ലിപ്പ് ഓൺസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സ്ലിപ്പ് ഓൺസ് ഒക്കെ ഇട്ടാണ്ട് എന്താ പറയുക, ആരും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ആ ഒരു നീറ്റില്ലാത്ത, ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ ലുക്കിലാണ് വരിക ആള്. അപ്പോൾ ക്ലാസ്സിൽ എന്ത് തരികടുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓനേക്കാരം ആദ്യം ആൾക്കാർ സംശയിക്കുക. ആരുടെ ഇടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം എല്ലാവരും എന്ത് ചെയ്യും, ഓൻ്റെ പേര് വരും. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ അന്നത്തെ മെമ്മറീസൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിനാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലുക്കിൻ്റെ ബേസിൽ ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓല് നമ്മൾക്ക് തന്നെ തരും ഫ്രീ ആയിട്ട്. ഇപ്പോൾ ഒരാൾ നല്ല ഗുഡ് ലുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ, അട്രാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും എന്ത് ചെയ്യും, ആൾക്കാർ നമ്മളെ അതിൻ്റെ ഒപ്പം സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റ് ആണ്, ഗുഡ് ക്യാരക്ടറാണ്, ട്രസ്റ്റ് വർത്തിയാണ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഓർക്ക് അറിയുന്നുണ്ടാവില്ല നമുക്കതുണ്ടോ ഇല്ല എന്നൊന്നും. അവരെന്ത് ചെയ്യും, നമ്മൾ ഗുഡ് ലുക്കിംഗ് ആണ്, അപ്പോൾ നമുക്ക് ആ ക്യാരക്ടേഴ്സൊക്കെ തരും ഫ്രീ ആയിട്ട്. അതേസമയം ബാഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ അഗ്ലി ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അഗ്ലി എന്ന് പറയുന്നത് അത് ഓരോരുത്തരും ഓരോ പെർസ്പെക്റ്റീവാണ്. ഗുഡ് ലുക്കിംഗ് അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് അസോസിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആയിരിക്കും. അയാൾ വിശ്വസിക്കാൻ പറ്റില്ല, ചിലപ്പോൾ കള്ളത്തരം ചെയ്യും, എല്ലാ പ്രശ്നം ഒപ്പിക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ രീതിയിൽ. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന വേറൊരു എക്സ്പീരിയൻസ്, ഇത് ഞാനിവിടെ മറ്റേ ഫസ്റ്റ് എക്സ്പീരിയൻസിൽ ഞാനൊരു സ്പെക്ടേറ്റർ ആയിരുന്നു, ഇതെന്താ ഇങ്ങനെ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇത് എൻ്റെ ലൈഫിൽ തന്നെ നടന്നതാണ്. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു 18-19 വയസ്സാവുന്ന സമയത്ത് സിസ്റ്റിക് ആക്നെ, സിവിയർ ആയിട്ടുള്ള സിസ്റ്റിക് ആക്നെ ഉണ്ടായിരുന്നു. അത് ആദ്യം തൊട്ടേ +2 കഴിഞ്ഞപ്പോൾ തന്നെ ആക്നെ നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് സ്ലീപ്പ് ഭയങ്കര കുറവായി, സ്ട്രെസ്സ് കൂടി, പിന്നെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ കൂടുതൽ കഴിച്ച്, എന്താണ് സ്റ്റഡി ലീവിൻ്റെ ഒക്കെ ടൈമിലാണ്, അത് ഭയങ്കര എക്സാമിൻ്റെ ഒക്കെ ആ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ മുഖം ഫുള്ള് ആൾക്കാർ കണ്ടാൽ ചോദിക്കും എന്താ പറ്റിയ ചോദിക്കും. അങ്ങനെ രീതിയിൽ ഭയങ്കര രീതിയിൽ ആക്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ കൊടുക്കാം. അപ്പം അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ആ ഒരു ടൈമിൽ ആക്നെ നല്ല ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനൊന്നും നമുക്ക് തോന്നില്ല, ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും, ലോൺലി ഫീലിംഗ് ആയിരിക്കും. പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ആൾക്കാരൊക്കെ നമ്മളെ ജഡ്ജ് ചെയ്യുക എന്നുള്ളൊരു തോന്നലുണ്ടാവും. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്താണ്. അതായത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ ഭയങ്കര ഇൻസെക്യൂർ ആയിരിക്കും, നമ്മളെ വായൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് വരില്ല, ഓലെന്തെങ്കിലും നമ്മൾ ജഡ്ജ് ചെയ്യുക എന്നുള്ള പേടിയിലൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാൻ നോക്കിക്കയറും. അപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞ ഇടയിൽ ഓലെ കണ്ണുകൾ നോക്കുമ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഓലെ കണ്ണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ തന്നെ നമ്മൾ ഇത് കഴിഞ്ഞു, കോൺഫിഡൻസ് പറ്റപ്പോയി. ഓല് നമ്മളെ ആക്നെയമൊക്കെയാണ് നോക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ പറ്റപ്പോയി. അതുണ്ടായവർക്ക് മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതും സിവിയർ ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പറ്റ പോക്കാണ്. പിന്നെ അതിൽ നിന്നിട്ട് ബിൽഡ് ചെയ്ത് എടുക്കണം കോൺഫിഡൻസ് ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ഫീൽ ചെയ്തൊരു സംഭവമാണ്, വെൻ ഐ വാസ് ലുക്കിംഗ് ലൈക്ക് ഷിറ്റ്, ഐ വാസ് ബീയിങ് ട്രീറ്റഡ് ലൈക്ക് ഷിറ്റ്. ആരും നമുക്ക് അങ്ങനെ ആരും അങ്ങനെ കളിയാക്കിയതല്ല, മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്നെ സംശയിക്കുക അങ്ങനെയൊന്നുമില്ല. ബട്ട് ഈ എന്തോ അങ്ങനെ വലിയൊരു റെസ്പെക്റ്റോ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുക നമുക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് തരികയും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇത് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളിപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. ഞാനും കണ്ടൊരു സംഭവമാണ് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അതേപോലെ എനിക്ക് കിട്ടിയതാണ്. നമ്മൾ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക്
എന്ത് ചെയ്യുക, ഗേൾസൊക്കെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ എഴുതി തരും. അതേസമയം ക്ലാസ്സിൽ ഭയങ്കര നേടി ആയിട്ട് ഒരു എന്താ പറയുക ലുക്കിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ ഷേപ്പൊന്നും ഇല്ല, ഔട്ട് ഓഫ് ഷേപ്പ് ആയിട്ട് തടിച്ചാണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്, അതായത് ഒരു അട്രാക്റ്റീവ് പേഴ്സൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ഇല്ലാതെ, അത് ബാഡ് ഹാബിറ്റ്സ് കാരണം തന്നെയാണ്. അങ്ങനെ നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവൽക്കൊന്നും ഈ ഗേൾസ് എഴുതി കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ക്ലാസ്സിൽ ഏറ്റവും എന്താ പറയുക കുറച്ചുകൂടി ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ചെക്കന്മാർക്കൊക്കെ ഹോംവർക്ക് ആണെങ്കിലും ഇപ്പോൾ ചിത്രം വരച്ചു കൊടുക്കുകയാണെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓല് ചെയ്തു തരും. ഞാൻ അതേപോലെ തന്നെ നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഗേൾസ് ക്ലാസ്സിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർക്ക് പീടിയിൽ സാധനം വാങ്ങി കൊടുക്കുക, ഓര് പറയണ എല്ലാം ചെയ്തു കൊടുക്കുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെക്കന്മാരും ചെയ്തു കൊടുക്കും. ഇത് നിങ്ങൾ ശരിക്കും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഞാൻ ഈ ഒരു ആക്ടിനെ ഈ ഒരു ഭയങ്കര അഗ്ലി ആയി നിന്നൊരു സ്റ്റേജ് ഉണ്ട്. അന്ന് ജിമ്മിൽ പോകാനൊന്നും തുടങ്ങിയിട്ടില്ല. എന്താണ് ഫേസും ആകെ പോക്കാണ്, ബോഡി ആകെ പോക്കാണ്. അതുപോലെ തന്നെ ഞാനൊരു മൗത്ത് ബ്രീത്തർ ആയിരുന്നു. അപ്പോൾ ഫുള്ളി എന്താ പറയുക ഒരു ഡൗൺ സ്റ്റേജിലായിരുന്നു ആ ഒരു ടൈമിൽ. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണത്, ജിമ്മിൽ പോകാൻ തുടങ്ങുന്നത്, ഫുഡ് മെച്ചപ്പെടുത്താൻ തുടങ്ങുന്നത്, കണ്ടന്റ് ക്രിയേഷൻ പിന്നെ ഒരു പ്രീവിയസ് ഇയറിലേക്കാണ് തുടങ്ങുന്നത്. പിന്നീട് ഒരു സ്റ്റേജൊക്കെ നമ്മൾ എത്തിയതിന് ശേഷം, അതിൻ്റെ ശേഷമാണ് ഞാൻ അത്യാവശ്യം CA ഇൻ്ററൊക്കെ പാസ്സായി, ഒന്നും കൂടി ഒരു ക്വാളിഫിക്കേഷൻ കൂടി, ഫോളോവേഴ്സ് കൂടി. എന്നിട്ട് ഇങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞോടുകൂടി ഒരു 10K ഫോളോവേഴ്സ് നമ്മൾ അടിച്ചു. അതേപോലെ ഇപ്പോൾ യൂട്യൂബിൽ കയറിക്കൊണ്ടിരിക്കുന്നു അൽഹംദുലില്ലാ. ലൈഫിൻ്റെ ഓരോ ആസ്പെക്റ്റിലും, അതായത് ഇപ്പോൾ ഫിസിക്കിൻ്റെ കേസിൽ, അതുപോലെ ഫേസിൻ്റെ കേസിൽ, അതുപോലെ ഹെയർ കട്ട്, ഡ്രസ്സിങ്, മൈൻഡ് സെറ്റ്, ഈ ഓരോ കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ, ഇതൊക്കെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ കുറച്ചൊരു അത്യാവശ്യം ഒരു ത്രഷോൾഡ് ലിമിറ്റിലേക്ക് എത്തിയപ്പോൾ ഐ ക്യാൻ റിയലി ഫീൽ ദ ഡിഫറൻസ്. അന്നത്തെ എനിക്കും ഇന്നത്തെ എനിക്കുള്ള വ്യത്യാസം. സ്റ്റിൽ ഇങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിൽ ടോക്ക് ചെയ്യാൻ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോഴും സോഷ്യൽ സ്കിൽസ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യണുള്ളൂ. എൻ്റെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവുണ്ടാവും. അതെന്താ വെച്ചാൽ അന്ന് ആ ഒരു ടൈമിൽ, ഞാൻ ആ ആക്നെയൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ ഒരുപാട് കാലം ഞാൻ എന്ത് ചെയ്തു, 1-2 കൊല്ലത്തെ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തീരെ താല്പര്യമില്ലാതെ ഇവിടെ തന്നെ ആയിട്ട് അങ്ങനെ ആ ഒരു കുറേ കാലം അങ്ങനെ സ്പെൻഡ് ചെയ്താണ്. അപ്പം ഞാൻ ഇന്ന് റിക്കവർ ചെയ്ത് വരുന്നുള്ളൂ. ഞാൻ പുഷ് ചെയ്യാണ്. ഞാൻ ഇനി വീക്കിലി ഒരു പോഡ്കാസ്റ്റ് ഒക്കെ തുടങ്ങാനുള്ളൊരു പ്ലാനിലാണ്. ഇൻ്റർവ്യൂക്ക് ആയിട്ട് ഇന്നെ തന്നെ പുഷ് ചെയ്യും, പുറത്തേക്ക് ഇറങ്ങി സംസാരിപ്പിച്ച് പുഷ് ചെയ്യും, എന്നിട്ട് ഞാനത് റെഡിയാക്കും. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും ബിഗിന്നർ ആവാൻ ആർക്കും താല്പര്യമില്ല. എല്ലാവർക്കും തുടങ്ങുമ്പോൾ തന്നെ അടിപൊളിയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ആ വീഡിയോൻ്റെ കമൻറ്റിൽ പറഞ്ഞു എന്ത് ആക്റ്റീവ് അല്ല, എന്താ ഇപ്പോൾ ബോറിംഗ് ആണെന്നൊക്കെ. അത് ശരിയാണ്. ഫസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുമ്പോൾ പൊട്ടന്മാർ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അത് ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്തതാണ് കുറേ ആൾക്കാരുടെ പ്രശ്നം. ഐ വിൽ ഇംപ്രൂവ്. എന്നിട്ട് ആ ജിമ്മിലൊക്കെ പോയി അത്യാവശ്യം നല്ലൊരു ഗുഡ് ലുക്കിംഗ് ഒക്കെ, കുഴപ്പമില്ലാത്തൊരു ലുക്കൊക്കെ ബിൽഡ് ചെയ്ത്, കുഴപ്പമില്ലാത്തൊരു ബോഡി ബിൽഡ് ചെയ്ത്, ഫേസ് ആക്നെയൊക്കെ കുറച്ച്, ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി, ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച്, സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സൊക്കെ കൂടിയതിൻ്റെ ശേഷം നൗ പീപ്പിൾ റെസ്പെക്ട് മീ. കുറച്ച് ചെറുക്കന്മാരുടെ അടിയൊക്കെ ഇറങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമുക്ക് DM വരുന്നതാണെങ്കിലൊക്കെ, ഈവൻ ഐ ഗെറ്റ് ലോട്ട് ഓഫ് DMs ഫ്രം ഗേൾസ്. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് എന്ന് പറയാണ്, ദിസ് ഷിറ്റ് റിയലി വർക്ക്സ്, ദ ഹാലോ എഫക്റ്റ്. സോ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഇഫ് യു ലുക്ക് ഗുഡ് people gonna treat you good. If you look like shit, people gonna treat you like a shit. Imagine, ഞാനിപ്പോൾ തന്നെ ഒരു എക്സാമ്പിൾ നിങ്ങൾ മുമ്പിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ ലുക്ക് എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കര ഫാറ്റാണ്, ഇവിടെയൊക്കെ ഡബിൾ ചിന്നാണ്, മുഖമൊക്കെ തടിച്ച്, ബോഡിയൊക്കെ ആകെ തടിച്ച്, ഡ്രസ്സൊന്നും ഫിറ്റ് ആവണില്ല, അതേപോലെ ഡ്രസ്സിങ് അറിയില്ല, അതുപോലെ തന്നെ അന്നത്തെ പോലെ തന്നെ നല്ല ആക്നെ ഉണ്ട്, തലയിൽ മുടിയില്ല, ഗ്രൂമിങ് ഇല്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഈ ചാനൽ ഇത്ര പെട്ടെന്ന് ഇത്ര സബ്സ്ക്രൈബേഴ്സ് എത്തുമായിരുന്നു, ഇത്ര ആൾക്കാർ ഈ ചാനൽ വാച്ച് ചെയ്യുമായിരുന്നു? ഐ ഡോണ്ട് തിങ്ക് സോ. എൻ്റെ വോയിസ് ഇങ്ങനല്ല, കുറച്ചുകൂടി ഫെമിനിൻ ടൈപ്പ് വോയിസ് ആണെങ്കിൽ, ഹലോ ഗൈസ്, നമ്മൾ ഈ വീഡിയോ ഇടുന്നത് നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് എൻ്റെ വോയിസ് എന്നുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ലുക്ക് അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ആൾക്കാർ കാണുമോ? ചാൻസ് ആർ വെരി ലെസ്. ഇതിനെക്കാട്ട് എത്രയോ കുറഞ്ഞ വ്യൂസേ കിട്ടുള്ളൂ. സോ ദാറ്റ്സ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. വെൻ സംവൺ ലുക്സ് ഗുഡ്, സബ്കോൺഷ്യസ്ലി നമ്മൾ ഓൾക്ക് കുറച്ചും കൂടി ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കും. ഓൾ സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റ് ആണ്, ട്രസ്റ്റ് വർത്തി ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സെയിം തിങ് ജോബിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന കേസിലാണെങ്കിലും, പ്രമോഷൻ കിട്ടുന്ന കേസാണെങ്കിലും, സ്കൂളിൽ എക്സെപ്ഷൻ ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സൊക്കെ, അവിടെ നമ്മളെ ഫേസും കാര്യങ്ങളൊന്നും കാണില്ല. സ്കൂളിൽ ഗ്രേഡ്സ് കിട്ടുന്ന കേസിലാണെങ്കിലൊക്കെ, ഈ ഗ്രേഡ്സ് കിട്ടുന്ന പോട്ടെ, ടീച്ചർമാരെ എങ്ങനെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള കേസിലൊക്കെ കോൺഷ്യസ്ലി പോലെ എല്ലാവരും ഈക്വലായി കാണുന്നുണ്ടെങ്കിലും സബ് കോൺഷ്യസ്ലി ഒരു മുൻഗണന അവിടെ ഉണ്ടാവും. ഇത് ലൈഫിൻ്റെ ഏത് ആസ്പെക്റ്റിലും എവിടെയാണെങ്കിലും ഈ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എങ്ങനെ നമ്മളെ ഭാഗത്തേക്ക് എങ്ങനെ നമുക്കിതൊരു അഡ്വാൻറ്റേജ് ആയി എടുക്കുക എന്ന് പറഞ്ഞാൽ, ദ ഗുഡ് തിങ് ഈസ് വി ക്യാൻ ഇംപ്രൂവ് അവർ ലുക്സ്.
എന്ത് ചെയ്യണം? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുമേ അതിന്മേൽ ടെൻഷൻ അടിച്ചുകൊണ്ട് സമയം കളയാൻ പാടില്ല. ലുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഇൻ യുവർ റിലേഷൻഷിപ്പ്. എങ്ങനെ ആൾക്കാർ പറഞ്ഞാലും ഓന് നല്ല ക്യാരക്ടറാണ്, ഓന് നല്ല പേഴ്സണാലിറ്റിയാണ്, അല്ലെങ്കിൽ ഓൾക്ക് നല്ല ക്യാരക്ടറാണ്, ഓൾക്ക് നല്ല പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിലും അവിടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന്, അട്രാക്റ്റീവ്നെസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സബ് കോൺഷ്യസിലെങ്കിലും അതിന് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് ഏത് കാര്യത്തിലായാലും, ഇനി ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അല്ലാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിലും. ആരെന്ത് പറഞ്ഞാലും ഞാൻ അവൻ്റെ ക്യാരക്ടറാണ് നോക്കുന്നത്, ഞാൻ അവളെ ക്യാരക്ടറാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ലുക്സിന് പ്രാധാന്യം നല്ലോണ്ട്. ഇനി എങ്ങനെ ലുക്സ് ഇമ്പ്രൂവ് ചെയ്യാം? മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ബാഡ് ലുക്സ് എങ്ങനെ വരുന്നത്, നമ്മളെങ്ങനെ അഗ്ലി ആവുന്നത്? ബാഡ് ഹാബിറ്റ്സ് കാരണമാണ്. എക്സെപ്ഷൻ ഫോർ ഡിഫറെൻ്റ് ഏബിൾഡ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാത്ത ആൾക്കാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നിങ്ങൾക്ക് മര്യാദക്ക് ഉറങ്ങാം, നല്ല ഫുഡ് കഴിക്കാം, ജിമ്മിൽ പോവാം, അതല്ലാണ്ട് ഈ വർക്കൗട്ട് ഏതെങ്കിലും ടൈപ്പ് വർക്കൗട്ട് ചെയ്യാം, ഡ്രസ്സിങ് പഠിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യാതെ ലൈഫ് വേസ്റ്റ് ആക്കുന്ന ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. ഒരുവിധ ആൾക്കാരും ഈ അഗ്ലി ആവുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ബാഡ് ലുക്കിംഗ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ബാഡ് ഹാബിറ്റ്സ്. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ബാഡ് ഹാബിറ്റ്സ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ലുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ? ഇറ്റ് ഈസ് ബേസിക്സ്. അത്യാവശ്യം ഒരു ഗുഡ് ലുക്കിംഗ് ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ അത് വെറും ബേസിക്സ് ആണ്, അത് ജെനറ്റിക്സ് അല്ല, ബേസിക്സ് ആണ്. ഫസ്റ്റത്തെ കാര്യം, ഗെറ്റ് ഇൻ ഷേപ്പ്, ഗെറ്റ് ഇൻ ടു ലോ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്. മെന്നിൻ്റെ ആണെങ്കിലും വുമൻ്റെ ആണെങ്കിലും, അല്ലെങ്കിൽ ബോയ്സിൻ്റെ ആണെങ്കിലും ഗേൾസിൻ്റെ ആണെങ്കിലും ഫാറ്റ് പെർസെൻറ്റേജ് വ്യത്യാസമുണ്ട്. ഗേൾസിന് കുറച്ചുകൂടി ഫാറ്റ് പെർസെൻറ്റേജ് ഉള്ളതാണ്. അതായത് ഞാൻ ഭയങ്കര ഫാറ്റ് എന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷേ ബോയ്സിന് ഭയങ്കര ലീനായി നാരോ വേസ്റ്റ്, വൈഡ് ഷോൾഡേഴ്സൊക്കെ തരുന്ന, എന്താ പറയുക, ആ ടൈപ്പ് ആബ്സൊക്കെ കാണുന്ന രീതിയിൽ ഒരു 10 to 12% ബോഡി ഫാറ്റൊക്കെയാണ് ഏറ്റവും രസം. പക്ഷെ അതേസമയം ഗേൾസിനെ സംബന്ധിച്ച് കുറച്ചും കൂടി ഹൈ ലെവൽ, അതായത് 20% ഓർ ബിലോ ആ ഒരു ടൈപ്പ് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ആയിരിക്കും ഓൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ്സ് തരാം. ബോയ്സിന് വി ടൈപ്പർ ആണെങ്കിൽ ഗേൾസിന് ഹവർ ഗ്ലാസ് ഷേപ്പാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വല്ലാതെ പറയണില്ല. അപ്പോൾ ജനറലി മനസ്സിലാക്കാം, ഗെറ്റ് ഇൻ ഗുഡ് ഷേപ്പ്, ഗെറ്റ് ഫിറ്റ്, ഗോ ടു ദി ജിം ഓർ വേറെ എന്തെങ്കിലും വർക്കൗട്ടൊക്കെ ചെയ്താൽ എങ്ങനെ ആയിക്കോട്ടെ, ഗെറ്റ് ഇൻ ഷേപ്പ്. ദാറ്റ്സ് എ ഫസ്റ്റ് അഡ്വൈസ്. ഷേപ്പ് ആയി കഴിഞ്ഞാലുള്ള മെച്ചം എന്ന് പറയുന്നത് നമുക്ക് ഏത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലുക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, വയറൊക്കെ ചാടി അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഏത് ഡ്രസ്സ് ഇട്ടാലും രസം ഉണ്ടാവില്ല. പക്ഷെ അതേസമയം ആ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കടയിലെ ഷോപ്പിലെ പ്രതിമകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന ആ മോഡൽസ്, ഓരോ ഷേപ്പ് ശ്രദ്ധിച്ചിക്കണം. ബ്രോഡ് ഷോൾഡേഴ്സ്, നാരോ വേസ്റ്റ്, വലിയ കൈയൊക്കെ നല്ല നല്ല ബൈസെപ്സും ട്രൈസെപ്സും ഒക്കെ ഉണ്ടാവും, നല്ല ചെസ്റ്റ് ഒക്കെ ഉണ്ടാവും. ആ ഒരു പ്രതിമക്ക് ഏത് ഡ്രസ്സ് ഇട്ട് കൊടുത്താലും, ആ ഒരു സ്റ്റാച്യുവിന് ഏതൊരു ഡ്രസ്സ് ഇട്ട് കൊടുത്താലും അത് ഫിറ്റ് ആവും. ഒരു ജനറൽ ആ ഒരു സൈസിലുള്ള ഏത് ഡ്രസ്സ് ഇട്ട് കൊടുത്താലും അത് ഫിറ്റ് ആവും, ഏത് കമ്പനീൻ്റെ ആണെങ്കിലും. അപ്പോൾ ഇതെന്ന് പറയുന്നത് അധിക കമ്പനീസും റിലാക്സ്ഡ് ഫിറ്റുകളുണ്ട്, അത് പോട്ടെ, അതല്ലാതെ നോർമൽ ഡ്രസ്സുകളൊക്കെ ഒരു എന്താ പറയുക, ഇതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. ഈ ഒരു അത്ലറ്റിക് ഫിറ്റ് പോലെ. അതായത് നമ്മളെ മലയാളികളെ ഫിസിക്ക് എങ്ങനെ, നമ്മൾ ഉദ്ദേശിച്ച ഫിസിക്ക് ഇതാണ്, പക്ഷെ സാധാരണ ആൾക്കാരെ ഫിസിക്ക് നോർമലി ഇങ്ങനെയാണ്, നേരെ ഷോൾഡറും വൈഡ് വേസ്റ്റും ആ രീതിയിലാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഫിറ്റായി നിൽക്കുന്നത്. ഫോർമൽ ഡ്രസ്സ് ഉണ്ടല്ലോ, ഷർട്ടൊക്കെ ടക്കിൻ ചെയ്ത് അത്യാവശ്യം ഈ ഒരു ടൈറ്റ് ടൈപ്പ് പാൻറ്റൊക്കെ ഇട്ട് ലോഫറൊക്കെ ഇട്ടാണ് ഇറങ്ങുന്ന ആ ടൈപ്പ്. അപ്പോൾ ഇതൊക്കെ ഫിറ്റ്നസ് ഉണ്ട്, ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ഡ്രസ്സൊക്കെ പാകാവും. അടുത്താണ് ഗെറ്റ് 8 hours ഓഫ് സ്ലീപ്പ്. രാത്രി സ്ലീപ്പ് എന്ന് പറയുന്നത് സൂപ്പർ പവറാണ്. അത് ഞാൻ ഹെൽത്ത് പെർസ്പെക്റ്റീവിൽ പറഞ്ഞുതരാം. നമ്മളെ ബോഡിലി ഫങ്ഷൻസിലാണെങ്കിലും കോഗ്നേറ്റീവ് ഫങ്ഷൻസിലാണെങ്കിലും ഒക്കെ സ്ലീപ്പ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നല്ല സ്ലീപ്പ് ഉണ്ടെങ്കിൽ നമ്മളെ ലുക്കും ഇമ്പ്രൂവ് ആവും. കാരണം നമ്മളെ സെൽ റീജനറേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, നമ്മളെ സ്ട്രെസ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ആക്നെ ഉണ്ടാവുന്ന അളവ്, സ്ട്രെസ് കൊണ്ടാണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ അളവ് കുറയും, ഡാർക്ക് സർക്കിൾസ് കുറയും, അതേപോലെ ബാഗി സ്കിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയും, നമ്മളെ റിക്കവറി ഇമ്പ്രൂവ് ആവും, ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഫസ്റ്റത്തെ സംഭവം ഗെറ്റ് ഇൻ ഷേപ്പ് ആണെങ്കിൽ, രണ്ടാമത്തത് ഗെറ്റ് 8 hours ഓഫ് സ്ലീപ്പ്. ദെൻ മൂന്നാമത്തത് ഈറ്റ് റിയൽ ഫുഡ്. അതായത് നല്ല ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഹോൾ ഫുഡുകൾ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മാക്സിമം അങ്ങനത്തെ സംഭവങ്ങൾ കൂടുതൽ കഴിക്കുക. പ്രോസസ്ഡ് ഫുഡുകൾ, ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സും ഫ്ലേവേഴ്സും സബ്സ്റ്റൻസും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉള്ള സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മളോട് ചോറ് തിന്നണ്ടാന്നോ അല്ലെങ്കിൽ കഞ്ഞി കുടിക്കണ്ടെന്നല്ല പറഞ്ഞത്. അത്യാവശ്യം മീറ്റിനും അതേപോലെ നാച്ചുറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നല്ല പ്രോട്ടീൻ സോഴ്സുകൾ, ആനിമൽ ബേസ്ഡ് ഫുഡുകൾ, ഹോൾ ഫുഡുകൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുക. ഈവൻ ചോറും കഞ്ഞിയൊന്നും അത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന സംഭവങ്ങളല്ല, അതല്ല ഞാൻ പറയുന്നത്. ഈ പാക്കഡ് ഐറ്റംസ്
പല ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും സബ്സ്റ്റൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുന്ന സംഭവങ്ങൾ, അതുപോലെ സീഡ് ഓയിലൊക്കെ പൊരിച്ച സാധനങ്ങൾ, ഇങ്ങനത്തതൊക്കെ സൺഫ്ലവർ ഓയിലും മറ്റ് സീഡ് ഓയിൽസിലൊക്കെ പൊരിച്ച സാധനങ്ങൾ ഉണ്ടാവും, സോയാബീൻ ഓയിലൊക്കെ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഫുഡുകൾക്ക്, ഹോൾ ഫുഡുകൾക്ക് പ്രാധാന്യം കൊടുക്കാം. അത് തന്നെ നമ്മളെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, നമ്മളെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയായി തന്നെ നമ്മളെ പല സ്കിൻ ഇഷ്യൂസും ആക്നേസും കാര്യങ്ങളൊക്കെ പോകാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് 3 സംഭവങ്ങൾ. ഗെറ്റ് ഇൻ ഷേപ്പ്, ഈറ്റ് റിയൽ ഫുഡ്, ഗെറ്റ് 8 hours ഓഫ് സ്ലീപ്പ്. ഇത് ചെയ്താൽ തന്നെ ഒരുവിധ ആൾക്കാർ അതുപോലെ ബാഡ് ലുക്കിംഗ് പോകും. ഇനി അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹാബിറ്റാണ് നോസ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ആൻഡ് ഐ റിയലി നോ ദാറ്റ് മൗത്ത് ബ്രീത്തിങ് വിൽ മേക്ക് യു അഗ്ലി. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് ജോ ലൈൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത്. ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇൻസ്റ്റെഡ് ഓഫ് നമ്മളെ ലോവർ ജോ മുമ്പക്ക് ഗ്രോ ചെയ്യണതിന് പകരം മൗത്ത് ബ്രീത്ത് ചെയ്യണത് താഴത്തേക്കാണ് ഗ്രോ ചെയ്യുക. അങ്ങനെ ആയ എന്താ പ്രശ്നം വെച്ചാൽ അത് നമ്മുടെ ലുക്കിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. നമുക്ക് ക്രുക്കഡ് നോസ് ഉണ്ടാവും, അതുപോലെ ജോ താഴത്തേക്ക് വരും, മാലക്ലൂഷൻ അല്ലെങ്കിൽ ക്രൗഡഡ് ടീത്ത്, പല്ലാകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കാണ്ട്. അപ്പോൾ ഈ അഗ്ലിനെസ് ഉണ്ടാക്കണതിൽ അപ്പോൾ അത് വിചാരിച്ച ആൾക്കാർ അതിന് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നതാണ്. പല്ല് പൊന്തുന്നൊക്കെ ഓട്ടോമാറ്റിക്കാണ്, എന്താണ് മൂക്കിങ്ങനെ വളഞ്ഞാണ്ട് വരുന്നതും അതൊക്കെ ഓട്ടോമാറ്റിക് ആണെന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, അതൊക്കെ ബാഡ് ഹാബിറ്റ്സിൻ്റെ ഒരു എന്താണ്, അതായത് ജനറ്റിക്കലി ഉള്ളതും ഉണ്ടാവും. അതല്ല ഞാൻ പറയണത്. നമ്മൾ നോസ് ബ്രീത്ത് ചെയ്യുന്നതിന് പകരം മൗത്ത് ബ്രീത്ത് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ബോഡി അതിനനുസരിച്ചാവും. ഓക്കെ, മൗത്ത് ബ്രീത്തിങ് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമുള്ള സംഭവമാണ്. അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഞാനുണ്ട്, ഒരു ടോപ്പിക്കായിട്ട് തന്നെ. അത് അട്രാക്റ്റീവ്നെസ്സിന് മാത്രമല്ല ഹെൽത്തിനും ബാധിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ മാക്സിമം കോൺഷ്യസ്ലി നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നോസ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാൻ, അത് ശരിക്കും വലിയൊരു വിഷയമാണ്. ഇപ്പോൾ നാലെണ്ണം പറഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ ഈസ് ലേൺ ഹൗ ടു ഡ്രസ്. എല്ലാവരും ഫോളോ ചെയ്യുന്ന ട്രെൻഡ് ഫോളോ ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ റിലാക്സ്ഡ് ഇടും. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ആകെ ഒരു എന്താ പറയുക, ഓവർ ബാഗിയൊക്കെ ആയിട്ടും എന്തൊക്കെയോ ഡ്രസ്സ് ഇട്ട് കിടക്കണം. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് മാച്ച് ആവില്ല. അതായത് എൻ്റെ ഇൻട്രസ്റ്റിലായില്ല. എനിക്കെപ്പോഴും ഇഷ്ടം ഫോർമൽ ക്ലോത്തിങ്, ടക്കിനൊക്കെ ചെയ്താണ്ട്. അതായത് നമ്മൾ ജിമ്മിൽ പോകുന്ന ആളാണ്, അതായത് ലിഫ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത്യാവശ്യം ബോഡിയൊക്കെ അത്യാവശ്യം എന്താണ് ഷേപ്പിലാണ്. അപ്പോൾ അത് എടുത്ത് കാണിക്കുന്ന ടൈപ്പ് ഡ്രസ്സുകൾ, ഫോർമൽ ഡ്രസ്സുകൾ, ടക്കിനൊക്കെ ചെയ്താണ്ട് ഫോർ ആംസൊക്കെ കാണുന്ന രീതിയിൽ കൈയൊക്കെ മടക്കി വെച്ചാണ്ട് ആ ഒരു രീതിയിലുള്ള ഡ്രസ്സിങ്ങാണ് എനിക്കിഷ്ടം. ഞാൻ റിലാക്സറും ഇടലില്ല എന്നല്ല, പക്ഷേ അത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങളെ സ്റ്റൈൽ ഏതാണോ അതിനെക്കുറിച്ച് പഠിക്കുക. ലേൺ ഹൗ ടു ഡ്രസ്. 6th വൺ ആരും വല്ലാതെ പറയാത്ത ടോപ്പിക്കാണ് ഗെറ്റ് സൺലൈറ്റ്. ആർക്കാ ഈ പെയിലാണ്ട് സൺലൈറ്റും കിട്ടാതെ ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ കീഴിൽ നിൽക്കണ ഇഷ്ടം? എനിക്ക് തോന്നുന്നില്ല. യു ഗാറ്റ് ഗെറ്റ് ദാറ്റ് ടാൻഡ് ഗോൾഡ് കളർ. എന്താ പറയുക വെച്ചാൽ ജസ്റ്റ് ആ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമല്ല ഞാൻ പറയണത്. സൺലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ ഉറക്കത്തിൻ്റെ സർക്കേഡിയൻ റിതം റെഡിയാക്കാനാണെങ്കിലും, നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാനാണെങ്കിലും, മറ്റു ബോഡിലി ഫങ്ഷൻസിനും കാര്യങ്ങളൊക്കെ നമുക്ക് വിറ്റാമിൻ ഡി വേണം. ഇത് ബൂസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് സൺലൈറ്റ്. അപ്പോൾ ഈ ഒരു സംഭവം എസെൻഷ്യലാണ്. സൺലൈറ്റ് നമുക്ക് വേണം, പല കാര്യങ്ങൾക്കും അത് അത്യാവശ്യമാണ്. അത് കിട്ടണം. നമ്മൾ ഇന്നത്തെ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ടൈം അകത്തായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കൂടുതൽ ആൾക്കാർക്കും സൺലൈറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു 6 സംഭവം ഞാൻ ഇപ്പോൾ പറഞ്ഞ 6 കാര്യങ്ങൾ ഭയങ്കര ബേസിക്കാണ്. ആലോചിച്ച് കഴിഞ്ഞാൽ വലിയ കോംപ്ലക്സ് ആയിട്ട് ഒന്നുമില്ല. നമ്മൾ ഉറങ്ങുന്നത് മര്യാദക്ക് ഉറങ്ങുക, എന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ ടൈമിൽ ഒരു 15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമില്ല, എന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ സമയത്ത് ഉറങ്ങാൻ പോവുക. അതേപോലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുക, ജിമ്മ് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുക, ഗെറ്റ് ഇൻ ഷേപ്പ്, ലേൺ ഹൗ ടു ഡ്രസ്, ഈറ്റ് റിയൽ ഫുഡ്, ഗെറ്റ് സൺലൈറ്റ്, അതേപോലെ നോസ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ സംഭവം ബേസിക്കാണ്. നമ്മൾ വലിയ ആക്ഷൻസ് ഒന്നും ഇടണ്ട, പക്ഷേ ഇറ്റ് വിൽ മേക്ക് എ ഡിഫറൻസ്. നിങ്ങളുടെ ലൈഫിലും ഈ ഹാലോ എഫക്ട്സ് പല സിറ്റുവേഷനിലും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ എക്സ്പീരിയൻസിലുണ്ടാവും. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ വായിക്കുമ്പോൾ. സോ ദാറ്റ്സ് ഇറ്റ് ടുഡേയ്സ് വീഡിയോ. I hope this is helpful for you guys. See you in the next video.